നത്തിങ് ഫോൺ 1 എങ്ങനെയുണ്ട്? നത്തിങ് ഫോൺ 1 ഇതാണ് അതിന്റെ ഡിസൈൻ, റിയൽ ഡിസൈൻ, കൺസെപ്റ്റ് ഒന്നുമല്ല. ഇതാണ് നത്തിങ് ഫോൺ 1. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ഹൈപ്പ് കൂടിയ ഫോൺ എന്ന് പറയാം. ഇത് ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് ഇത്തിരി സംതിങ് ഡിഫറൻ്റ് ആയ ഒരു ഫോൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് കാണുമ്പോൾ നമുക്കൊരു ഐഫോൺ 11 ഒരു ട്രാൻസ്പെറൻറ്റ് ബാക്കോട് കൂടിയ ഡിസൈൻ, അല്ലെങ്കിൽ ഒരു ഐഫോൺ 12 ഒരു ട്രാൻസ്പെറൻറ്റ് ബാക്കോട് കൂടിയ ഡിസൈൻ എന്ന രീതിയിലാണ് തോന്നുക. ഒരുപാട് പേര് അത് കമന്റ് ചെയ്യുന്നുണ്ട്, അത് ശരിവെക്കുന്നുണ്ട്. ബട്ട് എങ്കിലും അങ്ങനെ പറയാൻ പറ്റില്ല. ഇതൊരു എൻ്റയർലി ഡിഫറൻ്റ് ആയ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഇതിന്റെ റിയർ സൈഡ് ഒരു സെമി ട്രാൻസ്പെറന്റ് ആയ രീതിയിലാണ് വരുന്നത്. ഒരു ഐഫോൺ കില്ലർ എന്ന രീതിയിൽ ഇതിനെ നോക്കി കാണാമെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ കാണാം. അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് ജസ്റ്റ് നേരെ വന്നിട്ട് ഐഫോൺ 13 Pro Maxനെ പോയി കില്ല് ചെയ്യുന്ന ആ ഒരു സംവിധാനമല്ല. ഐഫോണിന്റെ അല്ലെങ്കിൽ ആപ്പിളിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനടക്കം അത് ഉപയോഗിക്കുന്നതും ആ സ്ട്രെങ്ത് കാരണമാണ്. ഇക്കോസിസ്റ്റം, ഈ ഒരു ഫോണും ആ ഐപാഡ് അല്ലെങ്കിൽ മാക്കൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ വളരെ സീംലെസ് ആയ, വളരെ സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അത് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ആപ്പിളിന്റെ ഇക്കോസിസ്റ്റത്തിലാണ്. ഈ ഒരു കണക്ടിവിറ്റി, ആ ഒരു സംഗതി ആൻഡ്രോയിഡ് ഫോണുകളുടെ കാര്യത്തിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് ഈ നത്തിങ് ഫോൺ 1ന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് പറയപ്പെടുന്നത്. ഇത് എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഹൈപ്പ് കൂടിയ സംഗതി. പ്ലസ് ഈ ഡിസൈനും കാര്യങ്ങളും എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതൊരു സെമി ട്രാൻസ്പെറന്റ് ആയ ഒരു ഡിസൈൻ ആണ്. വൈറ്റ് ഫിനിഷ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഒരു റൗണ്ടഡ് കോർണേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഡുവൽ ക്യാമറ സെറ്റപ്പ് ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട്. നത്തിങ് ലോഗോ താഴെയായിട്ട് കാണാം. വയർലെസ് ചാർജിംഗ് കോയിൽ നടുവിലായിട്ട് വരുന്നുണ്ട്. മെറ്റൽ ഫ്രെയിം ആണ് വരുന്നത്. ഫ്ലാറ്റ് സൈഡുകളാണ്. പിന്നെ റിയർ സൈഡിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ലൈറ്റ് സ്ട്രിപ്പുകൾ. നിങ്ങൾക്ക് കാണാം ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കുന്നത് ക്യാമറ മോഡ്യൂളിന്റെ ഭാഗത്ത്. പിന്നെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ ലൈറ്റുകൾ മിന്നുന്നുണ്ട്. സോ ഒരു ലൈറ്റിംഗ് ഒക്കെ ഇതിന്റെ പുറകിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ LED ഇൻഡിക്കേറ്റർ ആയിട്ട് ഭംഗിയായിട്ട് ഇത് വർക്ക് ചെയ്യുമായിരിക്കാം. വോളിയം റോക്കേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് പവർ ബട്ടണും കാര്യങ്ങളും കാണാം. 3.5mm ജാക്ക് എവിടെയും കണ്ടുമില്ല. ഫ്രണ്ട് പാനൽ സാംസങ്ങിന്റെ S22 പ്ലസിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് പഞ്ച് ഹോൾ, ബെസിൽലെസ്, ഏകദേശം ബെസിൽലെസ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട് പാനലാണ് ഈ ഫോണിൽ വരിക. സോ ടോട്ടലി ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെയൊക്കെ ഒരു ഡിസൈനിന്റെ ഒരു കൺസെപ്റ്റ് ഇതിനകത്ത് ഒരുപാട് ഭാഗങ്ങൾ വരുന്നുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആയ ഡിസൈൻ തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല. ബട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതിന്റെ പ്രൊസസർ സ്നാപ്ഡ്രാഗൺ 7 Gen 1 ആണെന്നാണ് കേൾക്കുന്നത്. 45 വാട്ടിന്റെ വയേർഡ് ചാർജിംഗ് പറയുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ആ ചാർജിംഗ് കോയിൽ കണ്ടല്ലോ. നത്തിങ് OS ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആണ്. ഈ OS ആണ് നമ്മൾ പറഞ്ഞ ഏറ്റവും ഇതിന്റെ സ്ട്രെങ്ത് ആയിട്ട് മാറാൻ പോകുന്ന ഘടകം. ഐഫോണിന്റെ അല്ലെങ്കിൽ ആപ്പിൾ ഇക്കോസിസ്റ്റം പോലെ തന്നെ ആൻഡ്രോയിഡിനിടയിൽ ഒരു നല്ല സിങ്ക് കൊണ്ടുവരാൻ, വളരെ സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു OS സപ്പോർട്ട് ചെയ്യുന്നുള്ള വാർത്തകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അവരും അത് പറയുന്നുണ്ട്. ടോട്ടലി റിയൽ ലൈഫിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. OnePlusന്റെ കോ ഫൗണ്ടറായ കാൾപേയാണ് ഇതിന്റെ പിന്നിലിരിക്കുന്നത്. ഈ OnePlusന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓപ്പോയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ മെർജ് ചെയ്ത് ഇപ്പോൾ ഒരു ഓപ്പോ ഫോണിന്റെ റീബ്രാൻഡ് പോലെ OnePlus നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പേര് OnePlus വിട്ടു തുടങ്ങി. പിന്നെ OnePlusന്റെ പ്രൈസ് ആണെങ്കിൽ വളരെയധികം കൂടിപ്പോവുകയും ചെയ്തു. സോ ഒരു ബെസ്റ്റ് OnePlus ഫോണുകൾ പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു റേഞ്ചിൽ അതുപോലത്തെ പവർഫുള്ളായ ഫോണുകൾ വേറെ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയിലേക്കാണ് നത്തിങ് ഫോൺ വരുന്നതെന്നാണ് കേൾക്കുന്നത്. അതായത് പ്രൈസ് ഏകദേശം ഒരു 30-40 രൂപ റേഞ്ചിന് ഇടയ്ക്ക് വരുന്ന രീതിയിലുള്ള വാർത്തകൾ ശക്തമാണ്. കൃത്യമായിട്ടുള്ള പ്രൈസ് പലരും ലീക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ വേരിയന്റ് 6GB RAM 128GB സ്റ്റോറേജിന് 28,000 രൂപ റേഞ്ചിലാണ് വില പറയുന്നത്. 30-32 രൂപ റേഞ്ചിലാണ് ഇതിന്റെ നെക്സ്റ്റ് വേരിയന്റ് 6GB RAM 256GBക്ക്. 8GB RAM 128GBയും 256GB ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വില 35,000 രൂപ റേഞ്ചിലായിരിക്കും. 34-36 ആ ഒരു പ്രൈസിനിടയ്ക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റിന്റെ പ്രൈസും വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലായിരിക്കും ഇതിന്റെ സെയിൽ ഉണ്ടായിരിക്കുക. ജൂലൈ 12-നാണ് ഇവർ ഒഫീഷ്യലി ലോഞ്ച് വെച്ചിരിക്കുന്നത്. സോ നത്തിങ് ഫോൺ 1 ഏറ്റവും അധികം എക്സ്പെക്ടേഷനോട് കൂടി, അല്ലെങ്കിൽ ഏറ്റവും അധികം ഹൈപ്പ് ഉള്ള ഒരു ഫോൺ എന്ന രീതിയിൽ നത്തിങ് ഫോൺ 1 വരുമ്പോൾ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറാൻ പോകുന്നത്. ഈ ഭയങ്കരമായ ഹൈപ്പ് കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം, നമ്മുടെ പ്രതീക്ഷയും അതിനനുസരിച്ച് ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഈ ഒരു ഫോൺ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ ദുരന്തമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പല കാര്യങ്ങളിലും നമ്മളത് കണ്ടു കഴിഞ്ഞതാണ്. ചിലപ്പോഴൊക്കെ സിനിമകളുടെ കാര്യത്തിൽ, ചിലപ്പോഴൊക്കെ ഫോണുകളുടെ കാര്യത്തിൽ ഇല്ലേ, ഓവർ ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു സംഗതി അവർ കൊണ്ടുവന്നിരിക്കണം. അതല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടൊരു ബാക്ക് ഫയർ ചെയ്യും. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ബാക്ക് ഫയർ ചെയ്യോ അതോ ടോപ്പ് ആയിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.